നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 ആദ്യത്തെ ലിസ്റ്റാണിത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ വാല്യൂ കണക്കാക്കി ഏറ്റവും പുതിയ ലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് CIES. ക്രെഡിബിളായ സോഴ്സിൽ നിന്നുള്ള ട്രാൻസ്ഫർ വാല്യൂ കാൽക്കുലേഷനാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളുടെ 100 താരങ്ങളുടെ ലിസ്റ്റാണ് അവർ അവതരിപ്പിക്കുന്നത്. നമ്മൾ 100 പോകുന്നില്ല, 10 താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടോപ്പ് 10 ഒരൊറ്റ ബ്രസീലിയൻ താരമോ ഒരൊറ്റ അർജന്റീൻ താരമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ബ്രസീലിയൻ താരങ്ങൾക്കും അർജന്റീന താരങ്ങൾക്കുമൊക്കെ ഏതാണ് എന്ത് സ്ഥാനമാണുള്ളത് അത് നമ്മൾ പരിശോധിക്കുകയാണ്. ഏതായാലും CIES കൃത്യമായിട്ട് പറയുന്നു, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരം അത് ലാമിനെ യമാലാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 343.1 മില്യൺ യൂറോസാണ്. രണ്ടാമത് ഏർലിംഗ് ഹാലൻഡാണ്, 255.1 മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ. മൂന്നാമത് കിലിയൻ എംബാപ്പെ വന്നിട്ടുണ്ട്, 201.3 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാമാണ്, 153.1 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് മൈക്കൽ ഒലീസെ വരുന്നു, 136.9 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ആറാം സ്ഥാനത്താണ് ഫ്ലോറിയൻ വേർഡ്സ് ഉള്ളത്, 135.8 മില്യൺ യൂറോ. ഏഴാം സ്ഥാനത്ത് ഡെസിയ ഡൂ ആണ്, 134.6 മില്യൺ യൂറോ. എട്ടാം സ്ഥാനത്ത് ജാവോ നവസാണ്, 130.6 മില്യൺ യൂറോ. ഒമ്പതാം സ്ഥാനത്ത് ആർദ ഗ്യൂളറാണ്, 130.3 മില്യൺ യൂറോ. പത്താം സ്ഥാനത്ത് പെഡ്രിയാണ്, 130 മില്യൺ യൂറോ. സോ ടോപ്പ് 10 ഒരൊറ്റ ബ്രസീലുകാരനോ ഒരൊറ്റ അർജന്റീനക്കാരനോ ഇല്ല. എന്നാൽ 11ാം സ്ഥാനത്ത് അർജന്റീനക്കാരനുണ്ട്, ഹുലിയൻ ആൽവാരസ്. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും മൂല്യമേറിയ അർജന്റീൻ താരം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ആകെ ലോകത്തെ ട്രാൻസ്ഫർ മൂല്യം CIES കണക്കാക്കുമ്പോൾ 11ാം സ്ഥാനത്താണ് ഹുലിയൻ ആൽവാരസ് വരുന്നത്. 127.5 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. അതേസമയം 12ാം സ്ഥാനത്ത് മോർഗൻ റോജേഴ്സ് ഉണ്ട്, 125.9 മില്യൺ യൂറോ. 13ാം സ്ഥാനത്ത് ഹ്യൂഗോ എക്കിറ്റിക്ക് 124.1 മില്യൺ യൂറോ. 14ാം സ്ഥാനത്ത് കീനൻ ഈൽഡിസ് 121 മില്യൺ യൂറോ. 15ാം സ്ഥാനത്ത് നിക്കോ വോൾട്ട്മെയ്ഡ് 120.5 മില്യൺ യൂറോ. 16ാം സ്ഥാനത്ത് എസ്റ്റവായോ വില്യൻ. ബ്രസീലിൽ നിന്ന് ഏറ്റവും അധികം മൂല്യമുള്ള താരമായിട്ട് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് എസ്റ്റവായോ വില്യനാണ് എന്നർത്ഥം. 118.9 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ 17ാമത് കോൾ പാൽമർ ഉണ്ട്, 115.8 മില്യൺ യൂറോ. ദെൻ 18ാം സ്ഥാനത്ത് പാവ് കുബാർസി ഉണ്ട്, 109.6 മില്യൺ യൂറോ. 19ാം സ്ഥാനത്താണ് ലൗട്രോ മാർട്ടിനസ് ഉള്ളത്, 109.6 മില്യൺ യൂറോ. 20ാം സ്ഥാനത്ത് ഡീൻ ഹ്യൂസൻ ഉണ്ട്, 108.3 മില്യൺ യൂറോ. അപ്പോഴും ചോദ്യം, വിനി ജൂനിയർക്ക് ഇതിലൊന്നും ഇടമില്ലേ എന്നുള്ളതാണ്. ബാക്കി താഴേക്ക് പോയെങ്കിലേ വിനിക്ക് ഇതിൽ സ്ഥാനമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിനിയൊക്കെ ഒരുപാട് താഴെയാണ്, 90.3 മില്യൺ യൂറോ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്ടോക്സിൽ എത്താം.